ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടാറില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചാണ്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായിട്ടുള്ള പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ സൈഡ് വശവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് കെട്ടുകമ്പിയുടെ പീസുകളാണ്. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുമ്പോൾ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും എടുത്തിട്ടുണ്ട്. കെട്ടുകമ്പിയിൽ നിന്നും ഒരെണ്ണം നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ ഈ അറ്റം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. ഇതുപോലെ നമ്മളത് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള കെട്ടുകമ്പിയിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നൂല് വെച്ച് നമുക്ക് ടൈറ്റ് ആക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഫ്ലവർ നമ്മൾ നൂല് വെച്ച് കെട്ടിക്കൊടുത്തു. ഇനി നമ്മളതൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കണം. നമ്മളത് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി, കീറിപ്പോവാതെ നോക്കണം. ഫ്ലവറിന് ചുറ്റുമായിട്ട് നമുക്കിതുപോലെ ചെയ്തു കൊടുക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുന്നവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ചില സ്ഥലങ്ങളിലൊന്നും പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ കിട്ടാറില്ല. ഇവിടെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോഴും പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടാറുണ്ട്. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കതിൻ്റെ തണ്ടിലേക്ക് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ തണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളതിൻ്റെ തണ്ടിൽ ഇതുപോലെ ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ള വുളൻ ത്രെഡ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് പൂക്കൾ മാത്രമല്ല ചെയ്തെടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്, ഡോളിനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളിവിടെ ഇത്രയും പൂക്കളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളിൽ നിന്നും ആദ്യം നമ്മൾ 3 എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുക്കണം. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി നമ്മൾ അടുത്ത 2 പൂക്കൾ അതിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാ പൂക്കളും നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് മുൻപ് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളും അതിലേക്ക് വെച്ച് കൊടുത്തു. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ തന്നെ വേണം എന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് കുറേ പൂക്കൾ ചെയ്തെടുത്ത് ഒരു പോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നമ്മളിവിടെ വളരെ കുറച്ച് പൂക്കളെ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഇതിൽ ഇലകൾ വെച്ച് കൊടുക്കണം. നമ്മളിതിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെ ഇലകൾ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുക്കുകയാണ്. അത് നല്ലതുപോലെ ചുരുക്കി എടുത്തതിന് ശേഷം നമുക്കത് ചെരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ചുരുക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവറിന്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത ഫ്ലവറിൽ നമുക്ക് ഇല വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടാണ് പൂക്കളും ഇലകളും എല്ലാം ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ചുരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറിന്റെ താഴെയായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആദ്യം നമ്മൾ നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. അതിന് മുകളിലായിട്ട് പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന രണ്ടെണ്ണത്തിലും ഇതുപോലെ നമ്മൾ ഇലകളൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ മുൻപ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബോട്ടിലിനകത്തേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മളിത് ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂക്കൾ നമ്മൾ ബോട്ടിലിനകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു. വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പല കളറിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നിങ്ങളുടെയൊക്കെ കയ്യിൽ പല കളർ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ വെച്ച് ചെയ്ത് നോക്കുക. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ ഇലകളൊക്കെ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഇലകളൊന്നും വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ, ആരും മറന്നു പോകരുതേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.